ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങയും കടലയും ഒന്നും അരച്ച് ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിയാണ്. ഇത് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. കടലക്കറി ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് കടല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വെള്ളക്കടല കൊണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കടല കൊണ്ടും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ കറിയിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്ക ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 എണ്ണം ചേർത്ത് കൊടുത്തത്. വലുതാണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു വലിപ്പത്തിൽ ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം. പിന്നെ 12 കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കടലക്കറി നല്ലൊരു ടേസ്റ്റുമാണ്. അതുമല്ല നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലക്കറിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ കടലക്കറി കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കടല വേവിച്ചെടുക്കുന്നൊന്നുമില്ല. ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അതിലേക്ക് കടലയും മസാലയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളി അല്ലിയും 2 പച്ചമുളകും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തതാണ്. അത് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടും. അതിനുശേഷം മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയാൽ മതി. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷവും തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിതിൽ കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ എരിവ് കൂടി പോകണ്ട. അപ്പോൾ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാലക്കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമ്മൾ ഓവർനൈറ്റ് കുതിർത്തെടുത്ത കടല ചേർത്ത് കൊടുക്കുക. കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കടലയും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക.
നിങ്ങളെടുക്കുന്ന കുക്കറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നേക്കും. അപ്പോൾ 5 വിസിലിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കടല വെന്തിക്കണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ കൂടി വേവിച്ചെടുക്കുക. ഇപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ കുക്കറിലെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇനി കടല വെന്തിക്കണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ കടലക്കറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറിക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. കുഞ്ഞുള്ളി ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു തക്കാളിയുടെ പകുതി ഭാഗം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട, ഒരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത കടലക്കറി ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും കടലയും ഒന്നും അരച്ച് ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്